This video is sponsored by SPO Digital Marketing. ஸ்கிப் பண்ணாதீங்க, பெரிய தப்பு. தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்திற்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ വെയ്റ്റ് ലോസ് ജേർണിയിൽ ഞാൻ കഴിക്കുന്ന ഒരു മുരിങ്ങയില സ്മൂത്തീൻ്റെ റെസിപ്പി ആയിട്ടാണ്. കാണുമ്പോൾ വിചാരിക്കുക അത്ര ടേസ്റ്റ് അല്ലെന്ന്, പക്ഷെ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ ആ റെസിപ്പി കാണുന്ന മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ഷൂട്ടിംഗ് സ്പോട്ടായി ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അന്യൻ മൂവി കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങളെല്ലാവരും. ആ അന്യൻ മൂവിയിൽ വരുന്ന ഒരു ഷൂട്ടിംഗ് സ്പോട്ടാണിത്. ആ പാട്ട് സീനിൽ വരുന്ന ഒരു ഷൂട്ടിംഗ് സ്പോട്ട് കണ്ടിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റേ ആ പാറയ്ക്കകത്ത് ചിത്രം വരച്ചിട്ടുള്ളത് ഇത് കണ്ടോ? ഇത് നിങ്ങൾ അന്യൻ മൂവിയിൽ കണ്ടിട്ടുണ്ടാവോ ഈ ഒരു സംഭവം? ഇതാണ് കേട്ടോ ആ മൂവി സോങ്. നിങ്ങൾക്ക് അന്യൻ മൂവിയിൽ ആരുണ്ടാക്കാന്നുള്ള സോങ് കണ്ടാൽ കുറച്ചുകൂടി മനസ്സിലാവും. ഭയങ്കര കളർഫുള്ളായിട്ട് അവരവിടെയൊക്കെ ആ റോഡ് മുഴുവൻ പെയിൻറ്റ് ചെയ്ത് കളർഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു ആ പാട്ട് സീനിൽ. കാണാൻ നല്ല ഭംഗിയാണിത്. ഒരു നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് വയൽ. മഴ സമയത്തൊക്കെ ആണെങ്കിൽ, മൺസൂൺ സമയത്ത് ഇത് കാണാൻ ഭയങ്കര രസമാണ്. അവിടെ പോയ കുറേ. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. ഇന്ന് ഞാൻ പറഞ്ഞ ആ വെയ്റ്റ് ലോസ് സ്മൂത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ ഞാൻ ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിൽ മുരിങ്ങയില മുരിയിട്ടുണ്ട്. അതിൻ്റെ തണ്ടൊക്കെ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാൻ ഒരു ഗ്ലാസ് ഉണ്ടാവും തേങ്ങാപ്പാൽ. പിന്നെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, നമുക്ക് ഡൈജസ്റ്റ് പ്രോബ്ലം വരാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി. മധുരത്തിന് റോബസ്റ്റ് പഴം നല്ല മധുരമുള്ളതാണല്ലോ. അപ്പോൾ 3 കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സ്മൂത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കാണാൻ നിങ്ങൾ വിചാരിക്കും ഭയങ്കര കയ്പും ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. ആ തേങ്ങാപ്പാലും ആ പഴമൊക്കെ കൂടി ചേരുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ വിശക്കുമ്പോൾ കുക്കുംബറോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിക്കുകയാണ് ഞാൻ ചെയ്യാറ്. അല്ലെങ്കിൽ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് ഇതിന് പകരം മുട്ടയുടെ വെള്ളയും കഴിക്കാറുണ്ട്. ഞാൻ മുട്ടയുടെ വെള്ളയും കഴിക്കാറുണ്ട്. ഒരു 5 മുട്ടയുടെ വെള്ള, അതൊരു ബ്രേക്ക്ഫാസ്റ്റ് മീലായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ചോറ് ഞാൻ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. പിന്നെ വിശക്കുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുക. പിന്നെ അപ്പോൾ രാത്രി ലൈറ്റ് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക, വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്ന ആൾക്കാർ. സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ്, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി, 2 ഇഡ്ഡലി, അങ്ങനെയൊക്കെ ആണ് ഞാൻ ശ്രദ്ധിക്കാറ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം. അടുത്ത